الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك سيدنا مولانا محمد. അർഹമുർറാഹിമായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹ്, പരിശുദ്ധമായ റമളാൻ മാസത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾ എല്ലാ രോഗങ്ങളും നിഷ്പയാക്കണേ റഹ്മാനെ. നമുക്കെല്ലാവർക്കും നീ ആഫിയത്തുള്ള ദീർഘായുസ്സ് നീ തരണേ റഹ്മാനെ. ഞങ്ങൾ ജീവിതത്തിൽ വന്നു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും നീ അഫു ചെയ്യണേ അല്ലാഹ്. മുഅ്മിനീങ്ങളെ, സ്വർഗത്തിൽ പ്രവേശിച്ചാൽ ലാ യസ്മഊന ഫീഹാ ലഗ്വൻ വലാ തഅ്സീമ ഇല്ലാ ഖീലൻ സലാമൻ സലാമ. സ്വർഗത്തിൽ ഒരു അനാവശ്യം കേൾക്കുകയില്ല. അവിടെ പിന്നെ കേൾക്കുന്ന ശബ്ദമാണ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പൊ സ്വർഗത്തിൽ പോലും പരസ്പരം മുഅ്മിനീങ്ങൾ കണ്ട് സലാം പറയുന്നുണ്ടെങ്കിൽ ദുനിയാവിലും ആ സലാം ധാരാളം അധികരിപ്പിക്കണം. മുഅ്മിനീങ്ങളെ കാണുമ്പോൾ ധാരാളം സലാം ചൊല്ലണം. സലാം കൊണ്ട് മുഅ്മിനീങ്ങൾക്ക് എന്താവും? പരസ്പരം സ്നേഹബന്ധം ഉണ്ടാകും. ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇന്നലെ പറഞ്ഞു വെച്ചത് അത് പരിശുദ്ധമായ മദീനയിലേക്ക് ആദ്യമായി എത്തിയപ്പോ റസൂലുള്ളാഹിനെ കാണാൻ വന്ന അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു എന്ന അദ്ദേഹം മുസ്ലിമായിട്ടുള്ള യഹൂദിയായ ഒരാളാണ്. യഹൂദികളെ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് അയാൾ പറയുന്നു, ലമ്മ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലേക്ക് എത്തിയപ്പോൾ ജനങ്ങള്, സ്വഹാബികള്, മുഹാജിരീങ്ങള്, അൻസ്വാരികള്, മദീനക്കാർ എല്ലാവരും ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ വേണ്ടിയിട്ട് വന്നു. അങ്ങനെ ആ മദീന മുഴുവനും ജാഅ ഹബീബുന, ഞങ്ങളെ ഹബീബായ മുത്തുനബി വന്നു എന്നുള്ള ന്യൂസ് ഫുള്ളായിട്ട് മദീനത്ത് പരന്നു പോയി. അവരെ കൂട്ടത്തിൽ ഞാനും എന്തായി പോയി. ആരാണ് ആ മുഹമ്മദ് നബി? ആ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുന്ന ആ വ്യക്തി ആരാണ് എന്ന് അറിയാൻ അവരെ കൂട്ടത്തിൽ ഞാനും പോയി. അങ്ങനെ ഫലമ്മാ തബയ്യൻതു വജ്ഹഹു അറഫ്തു അന്ന വജ്ഹഹു ലൈസ ബിവജ്ഹിൻ കദ്ദാബ്. ഹബീബായ മുത്തുനബിന്റെ ആ പരിശുദ്ധമായ മുഖം ഞാൻ കണ്ടപ്പോ നക്ക് ഗുന്തായിത്ത് ഇതൊരു കള്ളനബിന്റെ കള്ളലക്ഷണം ഉള്ള മുഖമല്ല. ഞാൻ പഠിച്ച തൗറാത്തിലും ഇഞ്ചിയിലും പറഞ്ഞ അതേ അവസാനത്തെ നബിയാണ് എന്ന് ആ മുഖം കാണുമ്പോൾ എനിക്ക് എന്തായിട്ട് ഗുന്തായിത്ത്. എന്നിട്ട് ബഹുമാനപ്പെട്ടവർ പറയുന്നു, ഫകാന അവ്വലു ശൈഇൻ സമിഅതുഹു തകല്ലമ ബിഹി. ഞാൻ ഫസ്റ്റ് കേട്ടോ മുത്തുനബി പളക്ക പറഞ്ഞ മദീനത്ത് വന്നിട്ട് നിങ്ങൾക്ക് നസീഹത്ത് പറഞ്ഞ വഅദ് പറഞ്ഞതിൽ ഒന്നാമതായിട്ടാണ് കേട്ട പളക്കേന്ദ്രൻ, യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, ഓ ജനങ്ങളെ, അഫ്സുസ്സലാം, നിങ്ങൾ പരസ്പരം സലാം പറയണം. നിങ്ങൾ പരസ്പരം കാണുമ്പോൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് സലാം പറയണം. വഅത്ഇമുത് തുആം, കഴിച്ചിട്ടുള്ള ഭക്ഷണമില്ലാതെ, ഫുഡ് ഇല്ലാതെ പ്രയാസപ്പെടുന്ന മുഅ്മിനീങ്ങൾക്ക് നിങ്ങൾ ഭക്ഷണം കൊടുത്ത് അവരെ ഭയറുണ്ടാക്കണം എന്ന് ഉറപ്പിക്കണം. അതേപോലെ കുടുംബബന്ധം ചേർക്കണം. കുടുംബബന്ധം മുറിക്കലല്ല വേണ്ടത്, കുടുംബബന്ധം ചേർക്കണം. അതേപോലെ വസല്ലു ബില്ലൈലി വന്നാസു നിയാമുൻ, ജനങ്ങളെല്ലാവരും കടന്നുറങ്ങുന്ന സമയത്ത് നിങ്ങൾ അതാ പാതിരാ സമയത്ത് തഹജ്ജുദ് നിസ്കരിക്കണം. ഈ ഉപദേശമാണ് ഫസ്റ്റുനാണ് കേട്ടോ. അപ്പൊ ഒന്നാമത് സലാം. ഇപ്പൊ സലാം എന്തായാലും ചൊന്നെങ്കിൽ പുറത്തെല്ലാം ഞങ്ങൾ സലാം ചൊല്ലാം, ഇല്ലാണ്ടല്ല, പുറത്ത് കാണുമ്പോൾ സലാം ചൊല്ലാം, മുന്നത്തെ പോലൊന്നല്ല. പക്ഷെ ഔത്ത ഒഴുക പോകുമ്പത്തേക്ക് അവിടെ അബ്ബ തെച്ചിട്ടിക്കിട്, ബാപ്പ തെച്ചിട്ടിക്കിട്, ഉമ്മ ഇരുന്നിട്ടിക്കിട്, ഉമ്മകും ബാപ്പകും അല്ലെങ്കിൽ ഔത്ത് ഉള്ളുകോ പെഞ്ഞായി മക്കൾക്ക് സലാം ചൊല്ലുക ആവില്ല. അതൊരു ഞങ്ങളുടെ റായത്ത് ഒരു അങ്ങനെ ആയിപ്പോയി. ചേഞ്ചസ് ആക്കും. ഔത്ത് ഉള്ളുക കടക്കുമ്പോഴത്തേക്ക് ആള് ഇക്കട്ട് ഇല്ലാണ്ട് ഇക്കട്ട്. നിങ്ങൾ ഉൾക നൂളുമ്പത്തേക്ക് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അസ്സലാം ചൊല്ലും. ചെമ്മ താളമാർഗും ഉമ്മ ബാപ്പ ഔത്തി നിങ്ങൾ ആറാവട്ടത്, പെഞ്ഞായ്മക്ക് ആറാവട്ട് ഔത്തി നിങ്ങൾക്ക് സലാം ചൊല്ലു. അതൊരു മടി.
അല്ലെങ്കിൽ ഉമ്മ അബ്ബരെ പുറത്ത് കാണുമ്പോഴത്തേക്ക് സലാം ചൊല്ലുമ്പോഴത്തേക്ക് അതൊരു ഞങ്ങൾക്കൊരു ആദത്തില്ല. ഇത് ചേഞ്ച് ആക്കണം. പരസ്പരം കാണുമ്പോൾ സലാം പറയണം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത് അങ്ങനെയാണ്. ലാ തദ്ഖുലുൽ ജന്ന ഹത്താ തുഅ്മിനു. നിങ്ങൾക്ക് സ്വർഗ്ഗത്തിൽ കടക്കാൻ സാധ്യമല്ല. ഹത്താ തുഅ്മിനു, നിങ്ങൾ യഥാർത്ഥ മുഅ്മിനാവും, യഥാർത്ഥ വിശ്വാസിയാവണമെങ്കിൽ. യഥാർത്ഥ വിശ്വാസിയാകാതെ നിങ്ങൾക്ക് സ്വർഗത്തിൽ കടക്കാൻ സാധ്യയില്ല. ലാ തുഅ്മിനു ഹത്താ തഹബ്ബു. യഥാർത്ഥ മുഅ്മിനാവണമെങ്കിൽ പരസ്പരം മുഅ്മിനീങ്ങളെ സ്നേഹിക്കണം. പരസ്പര സ്നേഹബന്ധത്തോട് വേണം മുഅ്മിനീങ്ങളെ കാണുമ്പോൾ. അലാ അദുല്ലുക്കും അലാ മാ തഹബ്ബൂന ബിഹി. നിങ്ങൾക്ക് പരസ്പരം സ്നേഹബന്ധം ഉണ്ടാകുന്ന ഒന്നാണ് തെരിപ്പാറ്റി തരട്ട, പഠിപ്പിച്ചു തരട്ട എന്ന് സ്വഹാബാക്കളുടെ ഒരു ക്വസ്റ്റ്യൻ മുത്തുനബി. പരസ്പരം സ്നേഹബന്ധം ഉണ്ടാവാൻ, കുടുംബത്തിൽ സ്നേഹബന്ധം ഉണ്ടാകാൻ, ഭാര്യ മക്കള് ഉമ്മ ബാപ്പ പിരിസപ്പാട് ജീവിക്കാൻ, അതേപോലെ മുഅ്മിനീങ്ങൾ ഒരു രാജ്യത്ത് ഐക്യത്തോടെ പരസ്പരം സ്നേഹത്തോടെ ജീവിക്കാനുള്ള ഒരു തെറു നിങ്ങൾക്ക് ഞാൻ തെരിപ്പാട്ട് തത്താൻ ചെന്നിട്ട് മുത്തുനബി കേട്ടു. ഖാലു, അവിടെയുള്ള സഹാബാക്കൾ ചൊന്നാറ്, ബലാ യാ റസൂലല്ലാഹ്, ചൊന്നു തറു നബി. അത് എന്തുറം ചൊന്നിട്ടു, അഫ്സു സലാം ബൈനക്കും, നിങ്ങളെ ഇടയിൽ നിങ്ങൾ എന്താക്കുന്നു, സലാം ചൊല്ലണം. അപ്പോ സലാം ചൊല്ലുമെന്ന് ഞങ്ങളെ ഗലത്തായിട്ട് പണ്ട് അസ്സലാം അറിയിക്കണല്ല, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് വഅലൈക്കുമുസ്സലാം വറഹ്മത്തുള്ളാഹ്. അസ്സലാമു അലൈക്കും കാര്യം അങ്ങനല്ല, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഈ ക്ലാസ് ചെമ്മപ്പെട്ട് ഇവിടെ മുന്നേ ചൊന്നു, ഇപ്പൊ വിഷയത്തിനാ ചൊന്നു. അപ്പോ കറക്റ്റായിട്ട് ഉണ്ടാക്കുന്ന ആരെ കാണുമ്പോഴത്തേക്കും ഒരു ആളെ കാണുമ്പോഴേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ചൊല്ലണം. സൗദിയിൽ വെച്ച് ഏറ്റവും നല്ലൊരു സ്വഭാവമായിട്ട് കാണുമ്പോൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഒരു ചെക്ക് പോയിന്റിൽ നിങ്ങളുടെ പാസ്പോർട്ട് ചെക്കാക്കുമ്പോഴത്തേക്ക്, ഇഖാമ ചെക്കാക്കുമ്പോഴത്തേക്ക്, ജീബി ഇഖാമ ചൊല്ലുമ്പോഴത്തേക്ക് നിങ്ങൾ ഫസ്റ്റ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി കൈഫ ഹാലുക്കും ജീബി ഇഖാമ. ഇതാണ് സ്വഭാവമായിട്ട് അസ്സലാം ചൊല്ലുന്നത് സമാധാനമാവും. ഇനി ഇഖാമ ഇല്ലെങ്കിലും എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും, ഏത് ചെക്ക് പോയിന്റ് മുന്നിൽ ഏത് സുഹൃത്തയാണെങ്കിലും, ഏത് പോലീസ് മേധാവിയാണെങ്കിലും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ത് ഹിന്ദി ജീബി ഇഖാമ. അതാണ്. അപ്പൊ ആ സ്വഭാവം ആരെ കാണുമ്പോക്കും, ഉമ്മാവട്ട് ബാപ്പാവട്ട് ആരെ കാണുമ്പോക്കും സലാം എന്താക്കുന്നു, അധികരിപ്പിക്കുന്നു. അല്ലാഹുവിന്റെ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഞങ്ങളോട് ഏറ്റവും കൂടുതൽ അസൂയുള്ള ആർക്കാണ്? മുസ്ലിമീങ്ങളോട് ഏറ്റവും കൂടുതൽ ചമ്മ അസൂയുള്ള ആർക്ക്? യഹൂദികൾക്കായിട്ട്. യഹൂദികളെ പോലെ അസൂയ വെക്കിടങ്ങ, ഞങ്ങളുടെ ചതി വെക്കിടങ്ങ ആരും ഇല്ല. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലു, ഏറ്റവും കൂടുതൽ ഇത് അസൂയ വെക്കോ ചതി വെക്കോ ഖൗമു, അത് യഹൂദികളായിട്ട്. ഹസദൂക്കും അലാ തലാസ, 3 വിഷയത്തിൽ അങ്ങ് യാറ ചതി വെക്കുന്നത്. 3 വിഷയം അങ്ങ് ആക്കുന്നത് കാണുമ്പോ അങ്ങ് സഹിക്കുക. ആ 3 വിഷയം ഏതാണ്? ഒന്ന് സലാം ചൊല്ലുന്നത്. നിങ്ങൾ പരസ്പരം കണ്ടിട്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി സലാം ചൊല്ലുമ്പോ ഇത് കാണുകാവാത്തൊരു സമൂഹമുണ്ടെങ്കിൽ അത് യഹൂദികളായിട്ട്. അങ്ങ് ചമ്മ ഈ വിഷയത്തിൽ മുസ്ലിമുകളുടെ അസൂയ വെക്കിട ഒരു സൊറായിട്ട്. നിസ്കരിക്കുമ്പോൾ സഫ് നിൽക്കണം. ഞങ്ങൾ എത്ര ചൊന്നെങ്കിലും സഫിന്റെ വിഷയത്തിൽ പിറവില്ല. എതിർത്ത കാളല്ല, മടമ്പ് കാള്, ഈ പിറവ് കാള് ഒപ്പാറ്റുണ്ടാക്കുന്ന സഫ് കരട്ട് നിൽക്കണം. പഴയ കാലത്ത് ഇബാദത്തിന് തിരസ്കാരത്തിന് നബിമാർക്ക് ഞങ്ങളെപ്പോലെ സഫ് നിന്നിട്ടല്ല. ഇന്ത്യ ഞങ്ങൾ സമ്മേളനം നടത്തും പോലെ, വഅദിന്റെ മജ്‌ലിസ് നടത്തും പോലെ അങ്ങനെ ഒരു നിന്നിട്ട്. ഇപ്പൊ ഞങ്ങളല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തികളാകും ഞങ്ങൾ നേരെ സഫ് നിന്നിട്ട്. ഈ സഫ് പഴയ നബിമാരെ ഉമ്മത്തികൾക്ക് ഉണ്ടായിട്ട് ഇബാദത്തിന് തിരസ്കാരത്തിന് രൂപത്തിലല്ല. അപ്പൊ ഈ സഫ് നിൽക്കുന്നത് കാണുമ്പോ അങ്ങനെ ഒട്ടകിച്ചത് കുറച്ചൊന്നും അല്ല. അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലു, കറക്റ്റായിട്ട് സഫ് നിൽക്കും. 3-ാമത് മുത്തുനബി ചൊല്ലെ ആമീൻ ചൊല്ലുമ്പോൾ, ആമീൻ ചൊല്ലുമ്പോഴത്തേക്ക് അങ്ങ് സഹിക്കുക ചൊല്ലിട്ടു. അപ്പോ ആമീൻ ജോറ് ചൊല്ലും. ആമീൻ ചൊല്ലുമ്പോൾ ക്രമം എത്രയോ വട്ട ചൊന്നിട്ടായിട്ട് കൈ ഇങ്ങനെ പിടിക്കണം, ഒന്നിരിക്കലോ ഇങ്ങനെ പിടിക്കണം. മാം നൗഫൽ റളിയല്ലാഹു അൻഹു ചൊന്ന് ഇങ്ങനെ പിടിക്കണം, അല്ലെങ്കിൽ ഇങ്ങനെയും പിടിക്കാം. ഞാൻ റംലി റളിയല്ലാഹു അൻഹു ചൊന്നു. അതേസമയം കൈ മേൽകി വെച്ചിട്ടുള്ളത് ഇല്ല, മാറ്റണം.
നിങ്ങൾ ഈ റുഹാനിസ്കാരത്തിന്റെ സൂറത്തുൽ വാക്കിയന്റെ ക്ലാസ് കൊണ്ട് ഒരു ഉപകരിക്കും. ഇങ്ങനെ വെച്ചിട്ട് ദ്വാരക്കൽ കെട്ടേയില്ല. കറക്റ്റ് ചൊല്ലേ അള്ളാഹുവിന്റെ ഇത് ഇമാമിങ്ങള് ദ്വാരക്കുമ്പോൾ കൈപിടിക്കേണ്ടത് ഇങ്ങനെയാണ്. ഇമാം നവവി അള്ളാഹു ഇങ്ങനെ പിടിക്കും, ഇത് ആർക്കും പിടിക്കാം. ഇമാം റംലി അള്ളാഹു ഇങ്ങനെയും ചൊന്നു, അതൊക്കെ ഒരു കാരണവും ചൊന്നു. ഇമാം റംലി അള്ളാഹു ഇങ്ങനെ പിടിക്കുമ്പോൾ ചെറിയ ചെറിയ ബസ്തല്ലേ, വലിയ ചാക്കിൽ അള്ളാഹു റഹ്മത്ത് ചൊരിക്കുമ്പോക്ക് അതിങ്ങനെ പിടിച്ചെങ്കിൽ അവിടെ ഇങ്ങനെ പിടിക്കുക. അത് ന്യായാണ് അയാളെ പക്ഷെ അതല്ല ആർക്കും പിടിക്കുകയുള്ളൂ. ചിലപ്പോൾ ഇത് എല്ലാവർക്കും ഇങ്ങനെ പിടിക്കുകയുള്ളൂ, അത്ര വരി ഒക്കണത്തില്ല. ഇങ്ങനെ ആർക്കും പിടിക്കാം, ഇങ്ങനെയാണ് പിടിക്കുന്നത്. അതിങ്ങനെ പിടിക്കല്, ഒരാൾ ബാൾ തുറക്കില്ല, അതല്ല. ആമീൻ ജോറ് ചൊല്ലണം. അത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മാത്രം ഖുസൂസിയത്തുള്ള ഒരു വിഷയമായിട്ടിട്ട്. പക്ഷേ മൂസാ നബി അലൈഹി സ്വലാമിനും അതേപോലെ ഹാറൂൻ നബി അലൈഹി സ്വലാമിനും വിട്ടിട്ടു വേറെ ഒരു നബിമാർക്കും ഈ ദുആയും ആമീൻ കൊടുത്തിട്ടില്ല. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലിട്ടു, അത് ഇന്ന് മുന്നത്തെ ഒരാൾക്കും ഈ ആമീൻ ചൊല്ലുന്ന ഒരു ഇബാദത്ത് കൊടുത്തിട്ടില്ല. മൂസ വ ഹാറൂൻ, മൂസാ നബി അലൈഹി സ്വലാമിനും ഹാറൂൻ നബി അലൈഹി സ്വലാം വിട്ടു. കാരണം മൂസാ നബി ദ്വാരുന്നൂറ്, ഹാറൂൻ നബി അലൈഹി സ്വലാമിൻ ചൊന്നൂറ്. ഇതല്ലാത്ത വേറെ ആർക്ക് വിട്ടിട്ട് ഞങ്ങൾക്ക് മാത്രം തന്നുറം ചൊന്നു. അപ്പൊ ഇപ്പൊ ദ്വാരക്ക് നിസ്കരിക്കുമ്പോൾ നല്ല 5 വക്ത് നിസ്കരിക്കുമ്പോ എന്താ കൈങ്ങനെ അള്ളാഹു വേണ്ട വേണ്ട നിനക്ക് അങ്ങനെ അല്ല. ഒരാളെ കൈങ്ങനെ 12 ഇങ്ങനെ അല്ല, ഒരാളിങ്ങനെ അതല്ല. ശരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത്, ഇമാമിങ്ങൾ പഠിപ്പിച്ചത് ഇങ്ങനെ എന്താക്കും, അല്ലെങ്കിൽ ഇങ്ങനെയും പിടിക്കാം. അല്ലാതെ കൈമേലെ ഇങ്ങനെ വെച്ചിട്ടിരിക്കും. ഇപ്പൊ അറിയാണ്ട് വന്നു പോകും. ആ എന്താക്കണം, പതിവാക്കും. ഈ ക്ലാസ് കൊണ്ട് നിങ്ങൾക്ക് ഉപകാരം കിട്ടും. അപ്പോ ദ്വാരക്കുന്ന സമയത്ത് ആമീൻ ജോറ് ചൊല്ലണു, കൈ ഇങ്ങനെ പിടിക്കണു. ഇത് കാണുമ്പോ നല്ലോണം അസൂയ ആർക്കായിട്ടിരിക്കുന്നത്, ഇവിടെയുള്ള യഹൂദികൾക്കാണ് ഏറ്റവും കൂടുതൽ അസൂയ എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അതുകൊണ്ട് ഫഅക്സിറൂ മിൻ ഖൗലി ആമീൻ, നീ എന്താക്കുന്നു, ആമീൻ ആമീൻ എന്നുള്ള ദ്വാരക്കുമ്പോ അത് എന്താക്കുന്നു, അധികരിപ്പിക്കണു എന്ന് ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ ഫാത്തിഹ സൂറത്തിൽ സൈഖുകാവാത്തുന്ന വിഷയം ഞങ്ങൾ ഫാത്തിഹ ഓതിട്ട് വലല്ലാദ്ദീൻ അല്ലേ, ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലല്ലാദ്ദീൻ, ആ യഹൂദികളിലും നസാറാക്കളും പെടുത്തണ്ടാൻ തരുമ്പോ അങ്ങ് ആമീൻ ചൊല്ലുമ്പോ അങ്ങ് സദിക്കുക ഉള്ള അവിടെയും ഒരാളെ ഭയങ്കര ബന്ധിക്കും. ചില വലല്ലാൻ ചൊല്ലുമ്പോൾ ആമീൻ ചൊല്ലും, അതുമല്ല വലല്ലാലും ചൊന്നിട്ടായിട്ട് ഇമാം ആമീൻ തുടങ്ങും, അതിൽ ഒട്ടി എന്താക്കണം ആമീൻ ചൊല്ലണം. എപ്പോഴും യഹൂദികളോടും നസാറാക്കളോടും എതിരാവണം ചൊല്ലുന്ന മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അതേപോലെ സലാം ചൊല്ലുമ്പത്തേക്ക് ചൊന്നല്ലേ, ഔത്തിൽ കടക്കുമ്പത്തേക്ക് ഭാര്യക്ക് പെഞ്ഞായിക്ക്, ഞങ്ങൾ ഒരു യാത്ര പോകുമ്പത്തേക്ക് ഞങ്ങളെ ഭാര്യക്ക് പെഞ്ഞായി കൈ കൊടുത്തിട്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് ആ ചൊല്ലുള്ള മനസ്സ് നക്കും നിങ്ങൾക്കും വേണം. മക്കളെ വിളിച്ചിട്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, ആ സലാം ചൊല്ലുള്ള മനസ്സ് വേണം. അതൊരു ദുആ ആയിട്ടിത്. ആ ഒരു പിരിസപ്പാട്, ആ സലാമുക്ക് അല്ലാഹു തആല കൊടുക്കുന്ന ഒരു പിരിസപ്പാടേ ബഹ്റ. നീ കൊണ്ടുപോയി കൊടുക്കുന്ന ഡ്രസ്സും ആ പിരിസപ്പാട് കിട്ടല, നീ ഞങ്ങൾ കൊടുക്കുന്ന ഐസ്ക്രീമിന് പെട്ടുകയും ആ മക്കൾക്ക് ആ പിരിസപ്പാട് കിട്ടല. യഥാർത്ഥ സ്നേഹബന്ധം കിട്ടണമെങ്കിൽ ഞങ്ങൾ എന്താക്കണം, പരസ്പരം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് എന്നുള്ളത് അധികരിപ്പിക്കണം. ബഹുമാനപ്പെട്ട മുഫസ്സിരിങ്ങൾ പറഞ്ഞു, ഇല്ലാ ഖീലൻ സലാമൻ സലാമ, സ്വർഗത്തിൽ കേൾക്കുന്നത് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് എന്നാണ്. അതിനൊരു സംഭവം പറയുന്നു. അതായത് ഒരു മഹാൻ പറയുന്നു, അന്നഹു ഖാല കാന ലി ഇബ്നുൻ, എനിക്കൊരു മോനുണ്ടായി, എനിക്കൊരു മോനുണ്ട്. ആ മോൻ ഒരു യുദ്ധത്തിൽ ഷഹീദായിപ്പോയി. ഒരു യുദ്ധത്തിൽ എൻ്റെ മോൻ ഷഹീദായിപ്പോയി. ഫലം അറഹു ഫിൽ മനാമി ഇല്ലാ ലൈലത്തൻ തുവഫിയ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു വസാബിഉൽ ഖുലഫാ. ഒരു നാള് എൻ്റെ മോനെ ഞാൻ ഷഹീദായിട്ട് വഫാത്തായി പോയി, പിന്നെ ഞാൻ സ്വപ്നത്തിലാ കിനാവില കണ്ടിട്ടില്ല. ഷെയ്ഖ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ്, ഇസ്ലാമിന്റെ 7ാമത്തെ ഖലീഫ എന്നിട്ട് പേരുള്ളൂ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോൾ എൻ്റെ മോന്റെ നാണ് കിനാവുലി സ്വപ്നത്തിൽ കണ്ടത്. മനസ്സിലാക്കും, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് എന്നറിയപ്പെട്ട വലിയ മഹാനാണ്. ഇസ്ലാമിന്റെ 7ാമത്തെ ഖലീഫ അയാൾക്ക് സ്ഥാനപ്പേരുണ്ട്. അത്ര നിനക്ക് ഭരണം നടത്തിയ മഹാനാണ്.
ആ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോൾ ഇയാൾ ചൊല്ലു, എന്റെ മോനെ ഞാൻ സ്വപ്നത്തിൽ കണ്ടു, എന്റെ മോനെ ഞാൻ സ്വപ്നത്തിൽ കണ്ടു. ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ളത് നാളത്തെ ക്ലാസ്സിലേക്ക്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل وسلم وبارك على رسولك سيدنا مولانا محمد. أرحم الراحمين مالك الملوك يا الله. ഞങ്ങൾ പാവപ്പെട്ട മിസ്കീന്മാരാണ് റഹ്മാനെ. ഞങ്ങൾക്ക് നീ ധാരാളം നിഅമത്ത് ബറക്കത്ത് നീ ചൊരിച്ചു തരണേ റഹ്മാനെ. ഞങ്ങളെ പ്രയാസങ്ങൾ, ഞങ്ങളെ ബുദ്ധിമുട്ടുകൾ അറിയുന്ന അല്ലാഹ്, ഞങ്ങളെ പ്രയാസങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കും നീ പരിഹാരം നൽകണേ അല്ലാഹ്. ദുനിയാവിന്റെ എല്ലാ ഫിത്നയിൽ നിന്ന്, ബലായിൽ നിന്ന്, മുസീബത്തിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളെ കുടുംബങ്ങളെയും ഞങ്ങളെ മക്കളെയും മുസ്ലിം ഉമ്മത്തിനെ നീ കാക്കണേ റഹ്മാനെ. എല്ലാവിധ രോഗത്തിൽ നിന്നും ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണം അല്ലാഹ്. നമുക്കാർക്കും ക്യാൻസർ രോഗം തരല്ല അല്ലാഹ്, എയ്ഡ്സ് രോഗം തരല്ല അല്ലാഹ്. ഞങ്ങളെ കിഡ്നിക്കോ ഹാർട്ടിനിക്കോ ഒരു കുറവും ഒരു തല്ല അല്ലാഹ്. ജീവിക്കുന്ന കാലം വരെ ഈമാനോടെ തഖ്വയോടെ ജീവിപ്പിക്കണം റഹ്മാനെ. ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുന്ന, പിരിസംബക്കുന്ന യഥാർത്ഥ ഉമ്മത്തികളെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണം അല്ലാഹ്. ഞങ്ങളെ കടങ്ങളെ നീ തീർക്കണം അല്ലാഹ്. ഒരുപാട് കടങ്ങൾ ചെയ്തിട്ടുള്ളത് മുഴുവനും തീർക്കാനുള്ള നിഅമത്ത് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളെ ആയുസ്സിൽ നീ തരണം അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് തന്നതിനും ഉള്ളതിന് നീ ബറക്കത്ത് ചെയ്യണം റഹ്മാനെ. മരിക്കുന്ന അവസാന നിമിഷം വരെ ഞങ്ങളെ ആവശ്യങ്ങൾ ഞങ്ങളെ കൈക്കാളുകളെ കൊണ്ട് നീ ചെയ്യിപ്പിക്കണം അല്ലാഹ്. മറ്റൊരാളേക്ക് നീ ഏൽപ്പിക്കല്ല റഹ്മാനെ. ഈ മജ്ലിസിൽ ഇരുന്ന ഈ മുഅ്മിനീങ്ങൾക്ക് അല്ലാഹുവേ, ഖുർആൻ ശരീഫിന്റെ ബറക്കത്ത് കൊണ്ട് അവരുടെ ജീവിതത്തിലും കുടുംബത്തിലും അവരുടെ ബിസിനസ്സിലും എല്ലാം നീ ബറക്കത്ത് ചെയ്യണേ റഹ്മാനെ. ഈമാൻ കൊണ്ട് തഖ്വ കൊണ്ട് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, നിന്റെ സ്വർഗ്ഗനിവാസികൾക്ക് നീ കൊടുക്കുന്ന മഹത്വങ്ങൾ ഞങ്ങൾ വിശദീകരിക്കുകയാണ്, പഠിക്കുകയാണ്. അല്ലാഹുവേ, നീ സ്വീകരിക്കണേ റഹ്മാനെ. അത് കാരണം കൊണ്ടെങ്കിലും സ്വർഗത്തിലേക്ക് കടക്കുന്ന ഒരു മെമ്പറാക്കണേ അല്ലാഹ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.